ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും കണ്ടകശനി 10ാം ഭാവത്തിലുണ്ട്. കണ്ടകശനി ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കും. ഈ 10ാം ഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും തൊഴിൽ മാത്രമല്ല, പ്രാഥമിക കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് നമ്മുടെ പാദങ്ങളും കൈകളുമൊക്കെ ആവശ്യമാണ്. ആ ചലനങ്ങൾ തൊട്ട് തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ രോഗമോ ദുരിതമോ മറ്റെന്തെങ്കിലും അപകടമോ വന്ന് കിടക്കപ്പായയിലാകാം. അങ്ങനെ നിത്യവൃത്തിക്ക് പോലും പറ്റാത്ത അവസ്ഥ വരാം. അതൊക്കെയാണ് ഈ 10ലെ കണ്ടകൻ ചെയ്യുന്നത്. അല്ലാതെ ജോലിക്ക് പോകുമ്പോൾ തടസ്സം ഉണ്ടാകുക, ജോലി സ്ഥലത്ത് എന്തെങ്കിലും, അതുമാത്രമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇടവക്കൂറിലെ പല നക്ഷത്രക്കാരും. കൃത്യമായി അവർക്ക് യോഗ്യമായ ജോലി കിട്ടാനുള്ള സാധ്യത കുറവ്, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് ടെൻഷൻ, ആശങ്കകൾ, നഷ്ടപ്പെടുമോ എന്നുള്ള ഭീതി, നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, ഇങ്ങനെ പലതും വരാം. എന്നാൽ ഈ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിലെ 7 ദിവസത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രഹങ്ങൾ അനുഗ്രഹീതമായി നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സ്വാഭാവികമായിട്ട് ഗുണമുണ്ട്. പ്രത്യേകിച്ചും നവംബർ തൊട്ട് രാഹു 11ൽ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് ഇവർക്ക് പണം വരാനുള്ള സാധ്യത കാണുന്നു. അതിൽ നീതിയുണ്ടോ അനീതിയുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ചിന്തിച്ചിട്ട് കഥയില്ല. കാരണം പണം ഇവരിലേക്ക് വന്നു ചേരും. അത് ഒന്നുകിൽ ഇവരുടെ അതിബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും സ്വാധീനിച്ച് അവരുടെ ബുദ്ധിയാൽ ഇവർക്കതിൻ്റെ കമ്മീഷൻ ബേസിലോ എന്തെങ്കിലുമൊക്കെ ധനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വിദേശവുമായി ബന്ധപ്പെട്ട് ധനം വരാനുള്ള യോഗവും കാണുന്നു. ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസം ഇവർക്ക് വളരെ ഗുണകരമാണ്. ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഇവർക്ക് നല്ല സഹായം ചെയ്യുമെന്ന് കാണുന്നു. സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ വീട്ടിലോ ഒക്കെ ഇവർക്ക് നല്ല ഒരു അവസ്ഥ ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾ കാണുന്നു. തൊട്ടടുത്ത ദിവസങ്ങൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് ഗുണകരമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ച ഇവർക്ക് നല്ലതാണ്. ആഴ്ചയുടെ മധ്യഭാഗത്തെ 2 ദിവസങ്ങൾ, അതായത് ചൊവ്വയും ബുധനുമാണ് ഇവരല്പം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങൾ. ശാരീരികമായ അവശതയോ ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ദിവസങ്ങളിൽ ഉണ്ടാവാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 10 ദിവസങ്ങൾ നല്ലതാണ്.